എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒരു ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ബീഫ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബിരിയാണിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ട് ഒന്നും ഈ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നതിനില്ല. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഇറച്ചിച്ചോറ്. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾ ഈ ഈസ്റ്ററിന് സ്പെഷ്യലായ ഈ ഇറച്ചിച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായി ഇഷ്ടപ്പെടും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ രുചികരമായ ഇറച്ചിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫ്. ഇത് എല്ലോട് കൂടിയ ബീഫാണ്. സാധാരണ മുറിക്കുന്നത് പോലെ ചെറുതായിട്ട് മുറിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. ഇത് മീഡിയം സവാളയാണ് 3 എടുത്തിരിക്കുന്നത്. 3 തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി. 10-12 വെളുത്തുള്ളി അല്ലി. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. 5 പച്ചമുളക്. ഇത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിയില, പുതിനയില, ആവശ്യത്തിനുള്ള വെള്ളം. ചോറിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2.25 കപ്പ് അരിയാണ്. ഇത് നമ്മുടെ സാധാരണ ജീരകശാല അരിയാണ്. ചെറിയ മണിയാണിത്. ഇത് ഞാൻ 4 പ്രാവശ്യം കഴുകിയിട്ട് 20 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 1 സവാള, ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, 4 ഏലക്ക, 1 വലിയ കഷ്ണം പട്ട. ചെറുതായതുകൊണ്ടാണ് ഇത്ര എണ്ണം വന്നിരിക്കുന്നത്. ഒരു 6-7 ഗ്രാമ്പൂ, നെയ്യ്, പിന്നെ ചോറ് വെക്കാൻ ആവശ്യമുള്ള വെള്ളം. ആദ്യം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഇടാം. പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫിന് നല്ല വേവിച്ചുള്ളതുകൊണ്ട് നമ്മളിത് കുക്കറിൽ തന്നെ വേവിക്കണം. നമുക്ക് ആദ്യമേ ഈ ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം. അല്പം എല്ലോട് കൂടിയ ഇറച്ചിയാണ് ഇതിന് നല്ലത്. ഇതിലേക്ക് സവാള ചേർക്കാം. തക്കാളിപ്പഴം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ്. കറിവേപ്പിലയുടെ കാര്യം മുമ്പ് പറയാൻ മറന്നുപോയി. കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില. ഇതൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്.
ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ചോറ് വെക്കാൻ നേരത്ത് ആ വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ ചോറ് വെക്കുന്നത്. ഇനി നമുക്ക് ബീഫ് വേകാനൊന്ന് അടുപ്പിൽ വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 6 വിസിൽ കേട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്തിടും. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 5 വിസിൽ ലോ ഫ്ലെയിമിലും. 6 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇനി ഒന്ന് നോക്കാം. ബീഫ് വെന്തോന്ന് നോക്കണം. വെന്തിട്ടുണ്ട്. ഇപ്പം ചൂടുകൊണ്ട് എനിക്ക് ശരിക്കും ഇത് ഞെക്കാൻ മേലഞ്ഞിട്ടാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബീഫ് മാറ്റി വെച്ചിട്ട് വെള്ളവും മാറ്റി വെക്കണം. ഈ ഉള്ളിയെല്ലാം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് ബീഫും ഗ്രേവിയും രണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിനൊരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം, തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞ് വെച്ചത് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ പച്ചപ്പൊന്ന് മാറിക്കിട്ടണം. സവാള മൂത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ ബീഫ് ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഗ്രേവി, ബീഫ് വെന്ത ഗ്രേവി ഒഴിക്കാം. ഇതൊരു 2 കപ്പ് ഉണ്ട്. ബാക്കി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിന് 3.25 കപ്പ് വെള്ളമാണ് ഞാൻ ആകെ ചേർക്കുന്നത്. അതിൽ 1.25 കപ്പ് ചൂടുവെള്ളവും 2 കപ്പ് ബീഫ് വെന്ത ഗ്രേവിയും ചേർത്തിട്ടുണ്ട്. ചോറിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇത് തിളച്ച് വരുന്ന. ഇനി നമുക്ക് തീ ഒന്നൊരു മീഡിയമിലിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തതാണ്. ചോറ് വേവായോ എന്ന് നോക്കണം. ചോറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അത് നമ്മൾ ഒഴിച്ച വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒഴിക്കുന്ന വെള്ളം പാകമാണെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോകുമൊന്നുമില്ല. നന്നായിട്ട് വെള്ളം പറ്റി
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഇറച്ചിച്ചോറ് റെഡിയായി. ഈ ഈസ്റ്ററിന് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ബിരിയാണിയുടെ ടേസ്റ്റ് ആണെങ്കിലും ബിരിയാണി പോലെ ദം ചെയ്യേണ്ട അത്രയും ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഈസ്റ്ററിന് സ്പെഷ്യലായ ഈ ഇറച്ചിച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായി ഇഷ്ടപ്പെടും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.